ഇന്ന് നമ്മൾ എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറഞ്ഞ് പുതിയൊരു മലയാള സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. അർജുൻ അശോകൻ, അനശ്വര രാജൻ, പിന്നെ ബാലു വർഗീസ്, ഇവർ 3 പേര് അഭിനയിച്ചിരിക്കുന്ന ഒരു പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. 3 പേരാണ് മെയിൻ. അപ്പോൾ അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ടീസർ ഒന്ന് കണ്ടുപോകാം. ടീസർ അവന്റെ മോഡുലേഷൻ ഇവന്റെ മോഡുലേഷൻ പോലെ തോന്നിച്ചല്ലേ? ഒരേ സൗണ്ട് മോഡുലേഷൻ അതുപോലെ. അനേകം രാജാക്കന്മാരുടെ അവർ നയിച്ച യുദ്ധത്തിന്റെ രക്തക്കറവറിന്റെ നിലപാടിന്റെ ചരിത്രം. എന്തോരൊക്കെ വന്നിട്ടുണ്ട് പേര്. മലയാളത്തിലും തമിഴിലും ഉണ്ട്. മഹേഷ് മധു. ഇങ്ങനത്തെ സിറ്റുവേഷൻ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെ ചോദിക്കുക? പള്ളിമേടയിൽ പാതിരിക്കൊപ്പം ഒരു പെൺകുട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ ഐഡിയ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സിംഗിൾ ലൊക്കേഷൻ. അതെ, വേറെ ലൊക്കേഷൻ ആ പള്ളിയിൽ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ലുക്കൊക്കെ പിടിച്ച് ആക്ച്വലി പുണ്യാളനായിട്ടാണോ അർജുൻ അശോകൻ? എന്തോ ഒരു അങ്ങനത്തെ ഒരു വൈബുണ്ട് ആയിരിക്കും തോന്നുന്നു. അതായത് നമുക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സാംസിയസ് ആക്ച്വലി കൂടുതലും ഈ ത്രില്ലർ അല്ലെങ്കിൽ ആക്ഷൻ പടത്തിലാണ് ഈ മ്യൂസിക് അധികം. പുള്ളിയുടെ നല്ല വർക്കുകൾ എപ്പോഴും വന്നിരിക്കുന്നത് കൂടുതലും. ഇതുപോലൊരു പടത്തിന് പുള്ളിക്കാരൻ മ്യൂസിക് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയണം. ഇതിൽ പുഷ്പയില് സാംസിയസിന് അവസാനം ആടിയതാണ് പുഷ്പയ്ക്ക്. അതെ അതെ. പിന്നെ സപ്പോർട്ടിംഗ് കാസ്റ്റ് ആയിട്ട് രഞ്ജി പണിക്കർ, ബൈജു, അൽത്താഫ്. അൽത്താഫിനെ കാണിച്ചായിരുന്നു ടീസറിനകത്ത്. രഞ്ജി പണിക്കരെ കാണിച്ചായിരുന്നു. അതെ. ഇതാണ് പ്രസന്റ്. ബാക്കിയെല്ലാം ഫ്ലാഷ് ബാക്കിലേക്ക്. എന്താണ് സംഭവിച്ചത്, ഇപ്പൊ പള്ളിയിലച്ഛൻ്റെ കൂടെ അവിടെ ഒരു പെൺകുട്ടി എന്തിനു വന്നു, ഇതൊക്കെ ആയിരിക്കും അതിന്റെ ഒരു ലൈൻ. ഹ്യൂമർ വൈബാണ് അതിനകത്ത് നിർത്തിക്കൊണ്ട്. നോർമൽ ഹ്യൂമർ അല്ല, വേറെന്തൊരു എലമെന്റ് വെച്ച് അത് പടം കാണുമ്പോൾ ഇതിന്റെ തമ്മനയിൽ തന്നെ കണ്ടോ ഈ അർജുൻ അശോകന്റെ ക്യാരക്ടറിനെ കാണുമ്പോൾ തന്നെ കുറച്ച് വേറൊരു അല്ലെ, പുള്ളിയെ നമുക്ക് പിടിയിട്ടില്ല. പുള്ളി കുറച്ച് ഈ പറഞ്ഞ പുണ്യാളനാവാം ചിലപ്പോൾ എന്ന് തോന്നാം. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ടോ? അതിനകത്ത് അനശ്വരെ പിടിച്ചു മറ്റേ മാതാവിന്റെ ലുക്കിലാണ് വെച്ചേക്കുന്നത്. ഇവരെ രണ്ടുപേരും 2 സൈഡ് വെച്ചേക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് ലുക്കിലാണ് ഈ മാറ്റം വെച്ചേക്കുന്നത്. അത് വേണമെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ആയി കൂടെ. അറിയില്ല. അച്ഛനെ രണ്ടുപേരും കൂടെ ചേർന്ന് പറ്റിക്കുന്നതല്ലേ? എന്താണ് പറയുക, മാതാവെല്ലാം കൂടെ അങ്ങനെ അച്ഛനായിരിക്കും അതിനകത്ത് പറ്റിക്കപ്പെടുന്നത്. ഇവിടെ ഇരുന്ന് വല്ലൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പടത്തിന് ഇവിടെ ഇരുന്നിട്ട് വെറുതെ വ്യാളി കഥകളൊക്കെ അടിച്ചിടുക. കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇവന്മാർക്ക് എന്തിൻ്റെ സുഖമാണ്. തൊഴിലില്ലായ്മ രൂക്ഷമായെന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റിനൊക്കെ താഴാത്ത ആൾക്കാരെ കമന്റിട്ട്. ശരിയാണ്, തൊഴിലായിക്കോട്ടെ. അല്ല ഈ വീഡിയോ നീയൊക്കെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു. ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന പണിയില്ലാത്തതുകൊണ്ട് കമന്റ് നിങ്ങൾക്ക് പണിയില്ലാത്തതുകൊണ്ട് അത്രേ ഉള്ളൂ. നമ്മൾ തന്നെ യൂട്യൂബിൽ കിടന്നുള്ളൊരു അഭ്യാസം. അതെ, ഞങ്ങൾ പണിയില്ലാന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും വേറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് റെഗുലർ വീഡിയോ ഇടാൻ പറ്റും. അതെ, വീഡിയോ ഇടാൻ പറ്റാത്തത് നമുക്ക്. ഇതിപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഒരു ദിവസം നമുക്ക് മാക്സിമം വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ഡേ ഫിക്സ് ചെയ്തിട്ട് ഓരോ ദിവസങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ മൊത്തം നമ്മൾ വർക്ക് ചെയ്യുകയാണ്. കുറെ കൂടെ വ്യൂ ഉണ്ടായിരുന്ന സ്റ്റുഡിയോ ടൂറൊക്കെ വെക്കായിരുന്നു. അതെ, നമുക്ക് നല്ല നിങ്ങളുടെ സപ്പോർട്ട്, അതായത് നിങ്ങൾ ആക്ച്വലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന് നല്ല വ്യൂസും അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റൊക്കെ ഇട്ട് ഈ ചാനലൊന്ന് പുഷ്ടിപ്പെടുത്താൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ വിട്ട് കംപ്ലീറ്റ്ലി യൂട്യൂബിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. നമ്മൾ എപ്പോഴും പറയാൻ മറക്കുന്ന സാധനം ലൈക്ക്, ഷെയർ. അതെ 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 അതെ. ശരിക്കും ഞങ്ങൾ ആക്ച്വലി അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും യൂട്യൂബിൻ്റെ ഐഡിയ തന്നെ എല്ലാവരും അവരുടെ വീഡിയോയിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പറയണമെന്നാണ്. ബട്ട് നമ്മളത് പറയാത്തത്, നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.